ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, സഹോദരന്മാർ, ബഹുമാന്യരായ റീജിയൻ ഭാരവാഹികൾ, ഇന്ന് പകലിൽ ഈ മീറ്റിംഗ് ആരംഭിക്കുകയും അത് പ്രിസൈഡ് ചെയ്യുകയും ചെയ്ത ബഹുമാനായ കർത്തൃദാസൻ വിനോദ് ജോർജ് അവറുകൾ, എല്ലാവരെയും ഓർത്ത്, ബഹുമാന്യരായ എല്ലാ അധ്യാപകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് പകലിലും ഈ ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധന തത്വങ്ങളെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ബോധനം സുസാധ്യമാക്കാൻ, പഠനം അതിൻ്റെ അർഹിക്കുന്ന നിലകളിൽ സജ്ജമാക്കാൻ, അത് പ്രയോജനകരമാക്കാൻ ഏത് പഠനത്തിലും അത്യന്താപേക്ഷിതമായിരിക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പാനായിട്ടിടയായി തീർന്നു. ആ 7 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് കരുതുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ടീച്ചർ എന്നുള്ളത്. അധ്യാപകൻ ഏത് പഠന പ്രക്രിയയിലും ഏറ്റവും അത്യന്താപേക്ഷിതമായ പ്രമുഖമായ ഒരു ഘടകമാണ് അധ്യാപകൻ എന്നുള്ളത്. കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ആവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. രണ്ടാമതായിട്ട്, അധ്യാപകൻ മാത്രമായ ക്ലാസ് ആകുകയില്ല, അധ്യേതാക്കൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വേണം. ഒന്നാമത് അധ്യാപകൻ, രണ്ടാമത് സ്റ്റുഡൻസ്. ഇത് രണ്ടും ഏത് പഠനത്തിലും ഒഴിച്ചുകൂടാൻ മേലാത്ത അടിസ്ഥാന ഘടകങ്ങളാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഭാഷ. ഭാഷ എന്ന് പറയുമ്പോൾ ഒരാളിലുള്ള ആശയം മറ്റൊരാൾക്ക് സുഗ്രാഹ്യമായ നിലയിൽ സുസാധ്യമാക്കാൻ, സന്നിവേശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മാധ്യമത്തെയാണ് ഭാഷ എന്ന് പറയുന്നത്. ആംഗലേയ ഭാഷ മാത്രം അറിയാവുന്നവരോട് ആ ഭാഷയിൽ സംവദിക്കാം, മലയാളം അറിയാവുന്നവരോട് മലയാളത്തിൽ സംസാരിക്കാം. അപ്പോൾ റീജിയണലായിട്ടോ നാഷണലായിട്ടുള്ള ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് പറയുന്നയാളിനും കേൾക്കുന്നയാളിനും ഒരുപോലെ പ്രയോജനകരമാകണം. അതിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സബ്ജക്റ്റ് അല്ലെങ്കിൽ പാഠ്യവിഷയമാണ്. ഏത് വിഷയത്തെക്കുറിച്ച്, അത് സെക്കുലർ ആയാലും തിയോളജിക്കൽ ആയാലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിഷയാധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. വിഷയാധിഷ്ഠിതമായിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് കാരണസഹിതം അധ്യാപകൻ അധ്യേതാവിന് മനസ്സിലാകത്തക്ക നിലയിൽ, ഉൾക്കൊള്ളത്തക്ക നിലയിൽ, ഹൃദ്യമായ നിലയിൽ, സരളമായ നിലയിൽ പങ്കുവയ്ക്കുന്നത് ആ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2, പഠിപ്പിക്കൽ, പഠന പ്രക്രിയ. അതിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പഠന പ്രക്രിയ ഏറ്റവും വലുതാണ്. അത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഞാനത് ഓർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് സമയവും വളരെ പരിമിതമാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെയും ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഞാൻ ആരംഭ ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായി. 6ാമത്തെ കാര്യം ലേണിംഗ് ആണ്. 7ാമത്തെ കാര്യം റിവിഷൻ ആൻഡ് ഇവാലുവേഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചത്. ഇന്ന് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. ടീച്ചിങ് ഓൾവേസ് ഹാവ് എ ഡെഫിനിറ്റ് എയിം. വിദ്യാഭ്യാസത്തിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ കൃത്യമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, സാധ്യമാക്കാനാണ്
പഠനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പഠനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറയുന്നു അറിവിലുണ്ടാകുന്ന പ്രകടമായ മാറ്റമാണ്. അജ്ഞാതമായതിൽ നിന്ന് ജ്ഞാതമായതിലേക്ക്, അല്ലെങ്കിൽ അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക്, അതാണല്ലോ പഠനം. അപ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യം പഠനത്തിന് ഉണ്ടായിരിക്കണം. തെറ്റായ പഠിപ്പിക്കലിന് ഒരിക്കലും ആ ലക്ഷ്യം കൈവരിക്കാനായിട്ട് കഴിയുകയില്ല. Demerits in teaching without a definite aim. അപ്പൊ demerits ടീച്ചിങ്ങിന് ഒരു ഡെഫിനിറ്റ് എയിം ഒരിക്കലും ഉണ്ടാകില്ല. എന്നാൽ കൃത്യമായ പഠനത്തിന് എപ്പോഴും കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കണം. സക്സസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷന് ചില ബ്ലൂ പ്രിന്റ്സ് ഉണ്ട്. അത് ഞാൻ പറയാൻ പോകുകയാണ്. പ്രിപ്പറേഷൻ ഓഫ് എ ലെസൺ പ്ലാൻ ഓർ കരിക്കുലം ടു സ്യൂട്ട് ദ നീഡ് ഓഫ് ദ ഓഡിയൻസ്. അതായത് പഠനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ പഠിതാക്കളുടെ, അല്ലെങ്കിൽ അധ്യേതാക്കളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കി കുട്ടികളുടെ ഹൃദയം വായിച്ചറിഞ്ഞ് അവരെ പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ തയ്യാറാക്കണം. അത് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളെ കുറിച്ച്, ആ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ കപ്പാസിറ്റി എന്താണ്, എങ്ങനെ നമ്മൾ പാഠം പ്രിപ്പയർ ചെയ്താൽ അതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തമായി നാം അധ്യാപകർ മനസ്സിലാക്കണം. നമ്പർ 2, ക്ലിയർ ആൻഡ് കൺസൈസ് മെറ്റീരിയൽസ് കവറിംഗ് ദ സബ്ജക്ട്സ്. പഠിപ്പിക്കുന്ന പാഠഭാഗം കവർ ചെയ്യത്തക്കവണ്ണമുള്ള വ്യക്തമായ വളരെ കൺസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ടീച്ചിങ് മെത്തേഡ്. ഏറ്റവും വ്യക്തമായ നല്ല നിലകളിലുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, നമ്മൾ അതിനെക്കുറിച്ച് പല മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും. അപ്പൊ ഏത് മെത്തേഡാണ് നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾക്ക് ഉതകുന്നത്, പ്രയോജനകരമാകുന്നത് എന്ന് നാം ബോധ്യപ്പെട്ട് ആ മെത്തേഡ് വേണം നമ്മുടെ പഠന പ്രക്രിയയിൽ ഉപയോഗിക്കുവാൻ. നാലാമത്തെ കാര്യം, യൂസ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ്സ്. വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പാഠഭാഗം കുട്ടിക്ക് ഗ്രഹിക്കാൻ സാധ്യമായ നിലയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുവാനായിട്ട് ഇടയാകണം. അത് പ്രയോജനകരമാണ്. അഞ്ചാമത്തെ കാര്യം, ഇവാലുവേറ്റ് ദ ടീച്ചിങ് ഓർ ലേണിംഗ് പ്രോസസ് പീരിയോഡിക്കലി. ഒരാഴ്ചയിൽ ഒരു ഭാഗം പഠിപ്പിച്ചു, 2-3 ആഴ്ച കഴിയുമ്പോൾ ആ ഭാഗങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, ആ കുട്ടി എന്ത് മനസ്സിലാക്കി, നമ്മുടെ പഠിപ്പിച്ചതിൽ നിന്ന് എന്ത് ഗ്രഹിച്ചു എന്ന് നമുക്ക് അറിയാനായിട്ട് പീരിയോഡിക്കലായിട്ട് ഇവാലുവേഷൻ നടത്തുന്നത്
പ്രയോജനകരമായിരിക്കും. അപ്പോ ഈ 5 കാര്യങ്ങൾ ബ്ലൂ പ്രിന്റ്സ് ഫോർ എ സക്സസ്ഫുൾ എഡ്യൂക്കേഷൻ. ഇനിയും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ, എല്ലാ വിദ്യാഭ്യാസത്തിനും പൊതുവായിട്ടുള്ള 4 എയിംസ് ഉണ്ട്. അതിനെ ജനറൽ എയിംസ് എന്നാണല്ലോ പറയുന്നത്. ജനറൽ എയിംസ് ഒന്ന്, ടു സ്റ്റഡി ദ ബൈബിൾ സിസ്റ്റമാറ്റിക്കലി. വേദപുസ്തകം ക്രമീകൃതമായി പഠിക്കുക, പഠിപ്പിക്കുക. വേദപുസ്തകം ക്രമീകൃതമായി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവായ ഉദ്ദേശത്തിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ സൺഡേ സ്കൂളിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടു ബ്രിങ് സോൾസ് ടു ക്രൈസ്റ്റ്. ആത്മാക്കളെ കർത്താവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കർത്താവിങ്കലേക്ക് നയിക്കുക, അല്ലെങ്കിൽ കർത്തൃഭാഗത്തേക്ക് കൊണ്ടുവരിക. അധ്യാപനം കൊണ്ട് നാം പങ്കുവയ്ക്കുന്ന തിരുവെഴുത്തുകൾ അവർ ഗ്രഹിച്ച് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ആ നിലകളിൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു പരിസ്ഥിതിയോഗം കൊണ്ടോ ഒരു കൺവെൻഷൻ കൊണ്ടോ ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം കൊണ്ടോ ഒക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാം ആത്മരക്ഷയാണല്ലോ, ആത്മാരക്ഷയാണ്. തത്തുല്യമായ നിലയിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വിലയേറിയ വചനം പങ്കുവെച്ച് രക്ഷന്റെ പ്രക്രിയയിലൂടെ യേശുക്രിസ്തുവിലേക്ക് ആനയിക്കുക, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുക. അതാണ് പൊതുവായ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം. 3, ഒരു ക്രിസ്തീയ സ്വഭാവം അവരിൽ വളർത്തുക. അത് വളരെ പ്രാധാന്യതയുള്ള കാര്യമാണ്. കർത്താവിനെ പോലെയാകുക, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. അപ്പൊ കർത്താവിന്റെ ഭാവത്തിലേക്ക്, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ഒരു മെച്ചപ്പെട്ട ഉപാധിയാണ് നമ്മളുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കൽ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട അധ്യാപകരായ നിങ്ങൾ വിസ്മരിക്കരുത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തു, ഒരു കടമ നിർവഹിക്കുന്ന ഉദാസീന ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടത് പ്രത്യുത ഈ ലക്ഷ്യം, ക്രിസ്തുവിന്റെ സ്വഭാവം, ആ സ്വഭാവ നൈർമല്യത, ഒരു ക്രിസ്ത്യാനി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നല്ല അവബോധം അവരെ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷ കൊണ്ട് ഇടയാകണം. 4-മത്തേതും അവസാനത്തേതുമായ പൊതുവായ എയിം എന്ന് പറയുന്നത് ടു എൻകറേജ് ദ സ്റ്റുഡൻസ് എ ക്രൈസ്റ്റ് ലൈഫ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. യഹൂദന്മാരുടെ പഠനത്തിൽ അവർ വളരെയേറെ ഊന്നൽ കൊടുത്തിരുന്നു. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു എന്ന് കരുതുന്നു, ആവർത്തിക്കുന്നില്ല. 4 വയസ്സാകുമ്പോൾ എല്ലാ യഹൂദ കുട്ടികളും ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം കാണാതെ പഠിക്കണം. യഹൂദന്മാർ അതിന് നൽകിയ പേര് ഷേമ എന്നാണ്. ഷേമ, SHEMA, ഷേമ. അത് കമ്പൽസറിയായി കാണാതെ പഠിക്കണം. വാക്യം നിങ്ങൾക്കറിയാം.
അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം ക്ഷേമ ഇസ്രായേൽ അഡോണായി എലോഹീനും അഡോണായി ഖാദ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവം, യഹോവ ഏകൻ തന്നെ. അപ്പൊ ഏക സത്യ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം 4 വയസ്സുള്ള ഒരു കുട്ടി 4-ാം വയസ്സിൽ തന്നെ ഗ്രഹിച്ചിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി യഹൂദന്മാർക്കുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ അവരുടെ ജീവിതശൈലി അവർ വളരുമ്പോൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ സാഹചര്യങ്ങൾ എത്തുമ്പോൾ അവിടെയെല്ലാം ആ ക്രിസ്ത്യൻ ഐഡന്റിറ്റി എപ്പോഴും സൂക്ഷിക്കത്തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, ഉത്സാഹിപ്പിക്കുക. അതാണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്ന 4-ാമത്തെ കാര്യം. ബൈബിൾ ക്രമീകൃതമായി പഠിപ്പിക്കുക, ആത്മാക്കളെ കർത്താവിലേക്ക് നടത്തുക, ബിൽഡ് എ ക്രിസ്ത്യൻ ക്യാരക്ടർ, ക്രിസ്തീയമായ സ്വഭാവ വൈശിഷ്ട്യതയുള്ളവരാക്കി മാറ്റുക, അവരെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവൻ നയിക്കുവാൻ ഉത്സാഹിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതാണ് പൊതുവായ ലക്ഷ്യങ്ങളിൽ 4 കാര്യങ്ങൾ. പൊതുവായ ലക്ഷ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ എയിംസ് ഉണ്ട്. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഉദ്ദേശം. Every topic that is taught in general should focus on some main aspects. ഏത് പാഠവും വിഷയവും പഠിപ്പിക്കുമ്പോൾ പൊതുവായി പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ വളരെ പർട്ടിക്കുലറായി പ്രത്യേകതയുള്ള ഒരു വിഷയമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അബ്രഹാമിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നതെന്ന് കരുതുക. നമ്മുടെ കുട്ടികളോട് അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമിന്റെ പൂർവ്വ സാഹചര്യങ്ങളെ കുറിച്ച്, അബ്രഹാം കൽദയ പട്ടണമായി ഊരിവിട്ടതിനെ കുറിച്ച് പല കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ വിശ്വാസമാണ്. അപ്പൊ ഈ കുട്ടികളിൽ we tend to concentrate on his faith. അബ്രഹാമിന്റെ വിശ്വാസം. മോനെ മോളെ, അബ്രഹാപ്പച്ചൻ ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു. അപ്പൊ ഈ കുട്ടിയിൽ ആ വിശ്വാസം, ദൈവത്തിലുള്ള, ദൈവവചനത്തിലുള്ള, ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള അടിയുറച്ച ആഴമായ വിശ്വാസത്തിന് ഈ കുഞ്ഞിനെ പ്രാപ്തനാക്കി തീർക്കുക എന്നുള്ളതാണ് അബ്രഹാമിനെ കുറിച്ചുള്ള പാഠം പഠിപ്പിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യേകമായ ഉദ്ദേശം. എല്ലാ പാഠത്തിലും ഇതുപോലെയുള്ള ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഞാൻ ഉദാഹരണത്തിന് അബ്രഹാമിന്റെ കാര്യവും അബ്രഹാമിന്റെ വിശ്വാസവും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പാഠഭാഗത്തിലും ഇതുപോലെ വളരെ കോൺക്രീറ്റ് ആയിട്ട്, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ കുട്ടികളിൽ പ്രവേശിപ്പിക്കേണ്ട ഓരോ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതൊരിക്കലും മറക്കരുത്. ഏത് പാഠം പഠിപ്പിക്കുമ്പോഴും ആ ഉദ്ദേശം സാധിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് സാധിക്കത്തക്കവണ്ണമുള്ള ലക്ഷ്യബോധത്തോടെ വേണം നാം കുഞ്ഞുങ്ങളെ സമീപിക്കുവാൻ. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ ഉദ്ദേശം ഞാൻ പറഞ്ഞു, പ്രത്യേകമായ ഉദ്ദേശം പറഞ്ഞു. ഇനിയും ദ അൾട്ടിമേറ്റ് എയിം, ആത്യന്തിക ലക്ഷ്യം എന്താണ്? പൊതുവായ ഉദ്ദേശം, പ്രത്യേകമായ ഉദ്ദേശം. എന്നാൽ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള അൾട്ടിമേറ്റ് എയിം എന്താണ്? Ultimate aim to present every man perfect in Christ Jesus. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. അതാണ് ഈ വൈദിക വിദ്യാഭ്യാസം കൊണ്ട്
ദൈവവചനം പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കൈവരിക്കാൻ കഴിയേണ്ടത് ആത്യന്തികമായി നമ്മുടെ കുഞ്ഞുങ്ങളെ കിടയറ്റ ഉത്തമരായ പെർഫെക്റ്റ് ആയിട്ടുള്ള കർത്താവിന്റെ മുമ്പിൽ വളരെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ കഴിയണം. ലോകത്തിന്റെ തിന്മകളിൽ നിന്ന്, ഇരുളിന്റെ സ്വാധീനതകളിൽ നിന്ന് മാനസികമായി അവരെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ അവർക്ക് ദിശാബോധം നൽകാൻ, അവരെ ഒരു നല്ല ഉത്തമരാക്കി തീർക്കാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർക്കാൻ, ആ പെർഫെക്ഷനിലേക്ക് അവരെ എത്തിക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത്. 2 തിമോത്തിയോസ് 3 അധ്യായം 14 മുതൽ 17 വരെ മറ്റു പല വേദഭാഗങ്ങളിൽ ഞാൻ നോട്ട് ചെയ്ത വേദഭാഗങ്ങളൊക്കെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അവിടേക്ക് പോകുന്നില്ല. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പൊതുവായ ഉദ്ദേശം, ഓരോ പാഠഭാഗത്തിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എയിമുണ്ട്. 3 അൾട്ടിമേറ്റ് ആയിട്ട് ഒരു എയിം ഉണ്ട്. ഇത് കൂടാതെ കോംപ്രഹെൻസീവ് എയിം ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, അനേക വിഷയങ്ങൾ അടങ്ങിയ ലക്ഷ്യം, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലക്ഷ്യവും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിലൊന്ന് ഇൻഫർമേഷൻ ആണ്. The teacher should ask himself or herself as to what new information should be taught on the particular topic. The topic should be well researched for relevant and up-to-date information, and then only this goal can be achieved. നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നൂതനമായ നിലയിൽ ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യത്തിന്റെ ഏറ്റവും റെലവൻ്റായ, ഏറ്റവും അപ് ടു ഡേറ്റ് ആയ സ്ഥിതിവിവരങ്ങൾ, അത് സംബന്ധിച്ചുള്ള അറിവ് നമ്മൾ ആർജിച്ച് ആ അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത്ര ലേറ്റസ്റ്റ് up to date informations we can pass to the students. കുട്ടികളിലേക്ക് ഇത് കൈമാറണമെങ്കിൽ, പാസ് ചെയ്യണമെങ്കിൽ അധ്യാപകർ ഈ കാര്യങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ അധ്യാപകനും താരതമ്യേന ലളിതമല്ല, അല്പം ആയാസമുള്ളതാണ്. അധ്യാപകർക്കും സമയം കണ്ടെത്തി പഠിച്ചെങ്കിൽ മാത്രമേ അധ്യേതാക്കളെ ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സെക്കുലർ ഫീൽഡിൽ, സ്കൂളിൽ അധ്യാപകർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് റിഫ്രഷർ കോഴ്സ് കൊടുക്കുന്നത്. പുതിയ കാര്യങ്ങൾ, വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അധ്യാപകർ പഠിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പ്രയോജനകരമായ നിലയിൽ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പൊ കോംപ്രഹെൻസീവ് എയിമിൽ ഒന്നാമത്തേത് ഇൻഫർമേഷൻ ആണ്. രണ്ടാമത്തെ പ്രധാന കാര്യം ഇൻസ്പിറേഷൻ ആണ്. ഇൻസ്പിറേഷൻ. നോളജ് ഹാസ് നോ ലൈഫ് ഇൻ ഇറ്റ് സെൽഫ്. നമുക്കറിയാം, എ ടച്ച് ഓഫ് ഇൻസ്പിറേഷൻ മേക്സ് ദ നോളജ് ലൈവ്ലി. അപ്പം അറിവ് ലൈവാകണമെങ്കിൽ ആ അറിവിനകത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകണം. A teacher should be able to present the topic in an interesting manner. അത് വളരെ വളരെ പ്രധാനമാണ്.
പാഠമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ രസകരമായ നിലയിൽ, വളരെ ആസ്വാദ്യകരമായ നിലയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി, പ്രാപ്തി, പരിചയം, സമർപ്പണം, സന്നദ്ധത, തയ്യാറെടുപ്പുകൾ അധ്യാപകർക്ക് അനിവാര്യമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, എനിക്ക് മലയാള ഭാഷ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഫ്രഞ്ചോ സിറിയക്കോ മറ്റു ഭാഷകളൊക്കെ അന്ന് ഞങ്ങളുടെ അവിടെ സിറിയക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ എടുക്കായിരുന്നു, മാർക്ക് കിട്ടിയനി അക്ഷരം എഴുതിയാലും. പക്ഷെ ഞാൻ മലയാളം എടുത്ത് മലയാളം പഠിപ്പിക്കുന്ന സാറന്മാര് ചെറിയ ക്ലാസ് മുതൽ നല്ലവണ്ണം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ചില രസകരമായ പാഠഭാഗങ്ങൾ, ചില കവിതകൾ, ചില ആഖ്യാനങ്ങൾ, ചില സംഭവങ്ങൾ, അതൊക്കെ അവര് ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പം നമ്മളൊക്കെ ആ സ്ഥലത്താണോ, ഘോര വനത്തിലാണോ, നദിക്കരയിലാണോ, എന്ന് വേണ്ട അങ്ങനെയുള്ള ഗുഹയിലാണോ, അത്രമാത്രം നമ്മളെ ആകർഷിക്കുന്ന നിലയിലായിരുന്നു ആ അധ്യാപന രീതി. എല്ലാവർക്കും ഒരുപോലെ അത് കഴിഞ്ഞെന്ന് വരികയില്ല. അതൊരു സ്കില്ലാണ്, ഒരു കൃപയാണ്. നമ്മളെല്ലാവരും ആ കൃപ ദൈവത്തെ പ്രാപിക്കാനായിട്ട് ഉത്സാഹിക്കണം എന്നുള്ള കാര്യം താഴ്മയായി സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. This is done by asking himself or herself before each class, is my lesson plan interesting and inspiring? നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻസ്പയറിംഗ് ആണോ എന്ന് നമ്മളൊരു വിശകലനം നടത്തണം, പരിശോധന നടത്തണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. അപ്പൊ ഒന്നാമത് ഇൻഫർമേഷൻ, രണ്ടാമത് ഇൻസ്പിറേഷൻ. ബാക്കിയൊക്കെ ഉണ്ട്, അത് നോട്ടിലുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയാകുമ്പോൾ മൂന്നാമത്തെ കാര്യം ഡിറ്റർമിനേഷൻ ആണ്. കുട്ടി തീരുമാനത്തിലേക്ക് വരുന്നു. The students should be able to take a decision after the class. ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്ത് കൊടുത്തത് കൊണ്ട്, ഇൻസ്പിറേഷൻ കുട്ടിയിൽ ഉണ്ടായതുകൊണ്ട്, ക്ലാസ്സിലൂടെ കുട്ടിക്കുണ്ടായ ഇൻസ്പിറേഷൻ കുട്ടിയെ തീരുമാനത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ അന്നത്തെ കുട്ടികളാണ് പിന്നത്തേതിൽ ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി വീരന്മാരായി മാറിയത്. അവ കുട്ടിക്ക് തീരുമാനമെടുക്കാൻ, യേശുവിനായി ഞാൻ ജീവിക്കുന്നു, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആത്മസ്നാനം പ്രാപിക്കണം, എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം. ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ തീരുമാനശേഷി ഉള്ളവരാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുക എന്നുള്ളതാണ് കോംപ്രഹെൻസീവ് എയിമിലെ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഡെഡിക്കേഷനാണ്. Determination should lead to dedication. One should dedicate himself for Christ. അപ്പം ഇൻഫർമേഷൻ, ഇൻസ്പിറേഷൻ, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഒരു നല്ല ഉറച്ച തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥി എത്തുന്നു. എനിക്ക് സുവിശേഷ വേല ചെയ്യണം, തീരുമാനം, ഉറച്ച തീരുമാനം. പൗലോസ് പറയുന്ന പോലെ യാതൊരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവുമായി ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടുള്ള ഒരനുഭവം. അപ്പോൾ നല്ല ഡെഡിക്കേഷൻ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അഞ്ചാമത്തെ കാര്യം ആപ്ലിക്കേഷൻ. One who has been dedicated for Christ should practice the will of the Lord in one's own life. ജീവിതത്തിൽ ഇതെല്ലാം ആപ്ലിക്കബിളായി, ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ
അറിഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അറിവിൽ മാത്രമല്ല, പ്രായോഗിക തലത്തിൽ പ്രവർത്തനക്ഷമമാക്കാൻ അത് മുഖാന്തരം ഇടയായിത്തീരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ഈ പഠന പ്രക്രിയ കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പൊതുവായ ഉദ്ദേശം, പ്രത്യേക ഉദ്ദേശം, ആത്യന്തികമായ ഉദ്ദേശം, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനേക വിഷയങ്ങൾ അടങ്ങിയ ലക്ഷ്യം. അതിൽ ഇൻഫർമേഷൻ ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അവരത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് ഇടയാകുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. യോഹന്നാൻ പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ല. ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവ ചരിത്രത്തിൽ അമേരിക്കയിലെ ഉയർന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി തിരക്കിനിടയിൽ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വിലാപയാത്ര കടന്നു പോകുന്നത് കാണുവാനുണ്ട്. കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലായി. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തെ ചില വർഷങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകനാണ് ഇപ്പോൾ മരിച്ച് ഫ്യൂണറലിന് വേണ്ടി ആ ബോഡി കൊണ്ടുപോകുന്നു. ഈ പട്ടാള ഉദ്യോഗസ്ഥൻ തൻ്റെ തലയിലുണ്ടായിരുന്ന തൻ്റെ ക്യാപ്പ് ഊരി അതിനുശേഷം ആ ഭൗതിക ദേഹത്തിന് മുമ്പിൽ കൂപ്പ് കൈകളോടെ നിൽക്കുക മാത്രമല്ല, അദ്ദേഹം അവിടെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഞാനാക്കിയത്, ഞാൻ ഈ നിലയിലെല്ലാം വളർച്ച പ്രാപിക്കാൻ അടിസ്ഥാനപരമായ കാരണം, അതിന് വിത്തും വളവും നൽകി എന്നെ പ്രാപ്തമാക്കിയത് ഈ അധ്യാപകനായിരുന്നു. ആ ധന്യ ജീവിതത്തിന് മുമ്പിൽ താൻ വണക്കത്തോടെ കൂപ്പുകൈകളോടെ നിന്നതായിട്ട് വായിപ്പാനായിട്ട് എനിക്കിടയായപ്പോൾ ഈ അധ്യാപനത്തിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് എനിക്ക് ചിന്തിപ്പാനായിട്ടിടയായി. എൻ്റെ പ്രിയ അധ്യാപക ശ്രേഷ്ഠരെ, നമ്മുടെ ഈ ശുശ്രൂഷ എത്ര മഹത്തരമാണെന്നുള്ളത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഒരു കുട്ടി ഒരു ഉയർന്ന നിലകൾ എത്തിച്ചേരുമ്പോഴും നാം അവരുമായി ഈ നിലയിൽ നല്ല ബന്ധം പുലർത്തി വന്നിരുന്നെങ്കിൽ ആ കുട്ടി എത്ര ഉന്നതനായി തീർന്നാലും നമ്മെ സ്മരിച്ചെന്ന് വരാം. നാമുമായുള്ള ബന്ധം പുതുക്കുകയോ പ്രത്യേക സന്ദർഭങ്ങളിലെങ്കിലും നമ്മെ ആദരിക്കാനോ നമ്മെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ ഒക്കെയുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചോ എന്നും വരാം. അതുണ്ടായില്ലെങ്കിൽ പോലും കർത്താവിന് ഏറ്റവും പ്രിയങ്കരമായ, ഏറ്റവും പ്രസാദകരമായ ഒരു വലിയ ത്യാഗോജ്വലമായ ശുശ്രൂഷയിലാണ് സൺഡേ സ്കൂൾ അധ്യാപകർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവം ഓർപ്പിക്കുന്നു. തുടർന്ന് നാം ഇതുവരെ ചിന്തിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു, ബോധന തത്വങ്ങൾ, അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ. ഇനിയും നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടും. ഇത് 4 ആഴ്ച കൊണ്ടെങ്കിലും ഇത് തീർക്കണമെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ വേഗത്തിൽ പോവുകയാണ്. ഈ 2 ക്ലാസ് കൂടെ ആകുമ്പം നമുക്കിത് അവസാനിപ്പിക്കണമല്ലോ. നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരും ക്ഷീണിതരും രാത്രി ജോലി കഴിഞ്ഞ് വന്നവരും ഇന്ന് 3-4 പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ
എനിക്ക് പ്രിയ ജോബി പറഞ്ഞത് കേൾക്കാനിടയായി. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് സമയപരിമിതിയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് വേഗത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ടീച്ചിങ് മെത്തേഡ് പ്രധാനമായും 9 മെത്തേഡ്സ് ആണുള്ളത്. അത് ചുരുക്കമായി ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ടീച്ചിങ് മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കഥന രീതി. ഒന്നുകൂടെ പറയാം, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഓർ കഥന രീതി. ഇത് വളരെ പൗരാണികമായ ഒരു രീതിയായിരുന്നു. ഗ്രേക്കര്, റോമക്കാര്, ഇന്ത്യയിൽ പഞ്ചപാണ്ഡവന്മാര്, ഇവരുടെയൊക്കെ കഥകൾ പുരാണങ്ങളെ ആസ്പദമാക്കി, പുരാണ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയുള്ള പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഥ പറഞ്ഞ് കഥയിലൂടെ കുട്ടികളെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള രീതിയാണ്. ചിൽഡ്രൻ ഏജ് 8 to 12, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ കഥന രീതി കുറെയൊക്കെ പ്രായോഗികമാണ്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഒരു 5 വയസ്സ് മുതൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ രീതി ഉപയോഗിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. 5 വയസ്സ് മുതൽ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കേവലം കഥ പറഞ്ഞ് വിരിക മാത്രമല്ല, കഥയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കഥന രീതി അഡോപ്റ്റ് ചെയ്താലും അതിലൂടെ ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ചില വിലയേറിയ സത്യങ്ങളിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ബയോഗ്രാഫീസ് ഇഷ്ടമാണ്. ബയോഗ്രാഫീസ് എന്ന് പറഞ്ഞാൽ ഈ വിലയിരുത്തലുകൾ, അത് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും പഠിപ്പിക്കലും ഒക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ we find many stories and parables throughout the Bible. Jesus often spoke to the people using parables as way of teaching. പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പഠിപ്പിച്ചപ്പോൾ ധാരാളം കഥകൾ, ഉപമകൾ പറഞ്ഞാണ് ചില വലിയ സത്യങ്ങളിലേക്ക് ജനത്തെ, എസ്പെഷ്യലി ശിഷ്യന്മാരെ എത്തിച്ചത്. ഞാൻ അതൊന്നും വിശദീകരിക്കണം. നിങ്ങളെല്ലാവരും ബൈബിൾ നോളജ് ഉള്ളവരായുണ്ട്. എത്രയെത്ര സന്ദർഭങ്ങൾ പുളിച്ച മാവിനെ കുറിച്ച് അതിലൂടെ യേശു ഉദ്ദേശിച്ചത് പിന്നെ വിശദീകരിക്കും. ഓരോ ഉപമകളും പരിശോധിച്ചാൽ ആ ഉപമയിലൂടെ എല്ലാ കർത്താവ് കാതലായ ചില ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ അവരെ ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അധ്യാപനത്തിൽ, ഇതിന്റെ മെത്തേഡിൽ ലോകമെമ്പാടും, ഇത് സെക്കുലർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യം കൂടെ ഈ പറയുന്നത്, ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. മലയാളത്തിൽ പറഞ്ഞാൽ കഥന രീതി, കഥ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതി.
രണ്ടാമത്തെ മെത്തേഡ് ലെക്ചർ മെത്തേഡാണ്. The teacher imparts his knowledge from his many years experience on the subject. ലെക്ചർ ചെയ്യുക. കോളേജിൽ ടീച്ചർ നമ്മൾ സാറേ നിലവിളിക്കുന്ന ലെക്ചർ ചെയ്യുന്നയാളാണ്. 1 മണിക്കൂർ 3/4 മണിക്കൂർ. അപ്പൊ ഒരാള് പഠിച്ചു വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. The teacher imparts his knowledge from his many years of experience on the subject. ഒരു വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനുള്ള അറിവ് വിദ്യാർത്ഥികളിലേക്ക്, അധ്യേതാക്കളിലേക്ക്, കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ലെക്ചർ മെത്തേഡ്. This is one of the most common methods of teaching. ഇത് അധ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായി ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, how the world was created. Next, who is Jesus Christ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അങ്ങോട്ട് ലെക്ചർ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടാക്കപ്പെട്ടത്, അതിനെക്കുറിച്ചൊരു വലിയ വിവരണം കൊടുക്കും. യേശുക്രിസ്തു ആരാ? അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് സാറിന്റെ അകത്ത് സാറ് പഠിച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സാറ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. ഇമ്പാർട്ടിംഗ് ആണ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് സോക്രിയാറ്റിക് മെത്തേഡ് ഓർ ക്വസ്റ്റ്യൻ മെത്തേഡ്. ഒരു പാഠഭാഗത്തിൽ നിന്ന് വലിയ ചോദ്യങ്ങളല്ല, എസ്സേ ടൈപ്പ് അല്ല, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കുട്ടികളോട് ചോദിക്കുക. ചെറിയ ചെറിയ ചോദ്യങ്ങൾ, വലിയ ചോദ്യങ്ങളല്ല. 2 പേജിൽ കവിയാതെ വിന്യസിക്കുക എന്നല്ല, ഒരു ചെറിയ ഉത്തരത്തിനുള്ള ഒരു കൊച്ചു ചോദ്യം. ഒരു പാഠഭാഗത്തെ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ നിലകളിൽ ചോദ്യങ്ങളായി തിരിച്ച് ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്ത് കുട്ടിയിൽ നിന്നും അതിൻ്റെ ഉത്തരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വേഗത്തിൽ കുട്ടിക്കത് ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് അത്രയും വിശദീകരിച്ചാൽ പോരായോ? സോക്രിയാറ്റിക് മെത്തേഡ് ഓർ ക്വസ്റ്റ്യൻ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് ഡിബേറ്റ് മെത്തേഡാണ്. ചെറിയ ക്ലാസ്സിൽ എങ്ങും ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം ഡിബേറ്റ് മെത്തേഡ് ഉയർന്ന ക്ലാസ്സുകളിലെ, സീനിയർ ക്ലാസ്സുകളിലെ ഡിബേറ്റ് മെത്തേഡ്. അഞ്ചാമത്തേത് പ്രോജക്ട് മെത്തേഡാണ്. പ്രോജക്റ്റ് ഇതൊരു പഴയ മെത്തേഡാണ്, എന്നാൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. പ്രോജക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. പ്രോജക്ട് മെത്തേഡ്. അടുത്തത് ഡ്രാമാറ്റിക് മെത്തേഡാണ്. ഡ്രാമാറ്റിക് മെത്തേഡ് പഠിപ്പിക്കാൻ. ദിസ് ഈസ് എ വെരി പവർഫുൾ ടെക്നിക് ഇൻ ടീച്ചിങ്. പഠന പ്രക്രിയയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അഭിനയിച്ച് പഠിപ്പിക്കുക. ബൈബിൾ കോളേജിലൊക്കെ ഞങ്ങളൊക്കെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ സഹോദരന്മാർക്ക് വലിയ 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 ആവേശമാണ്. പെട്ടെന്ന് ആ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാണുന്ന ഉടനെ കുട്ടികൾ വേഗം ഗ്രാസ്പ് ചെയ്യും, കണ്ടു മനസ്സിലാക്കും. അപ്പം അവതരിപ്പിച്ച് കാണിക്കുക. ഉദാഹരണം,
അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നു. ആ രംഗം ഒന്ന് ചിത്രീകരിച്ച് കാണിച്ചാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും കുട്ടികൾ. ആ സംഭവം അവിടെ മനസ്സിൽ നിന്ന് പോകത്തേ ഇല്ല. അപ്പം ഈ അധ്യാപനത്തിൽ നല്ല അധ്യാപകരിൽ ഒരു നല്ല പങ്കും അവലംബമാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്രാമാറ്റിക് മെത്തേഡ്. അതിലൂടെ വളരെ വേഗത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആശയം ഈ കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഏഴാമത്തേത് കിൻഡർ ഗാർട്ടൻ മെത്തേഡാണ്. ബിബ്ലിക്കൽ സ്റ്റോറീസ്, സോങ്സ് ആൻഡ് സ്മോൾ ഷോസ് ആർ വെരി എഫക്റ്റീവ്. പപ്പറ്റ് മിനിസ്ട്രി ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ് ടെക്നിക്. കിൻഡർ ഗാർട്ടൻ മെത്തേഡ് ചെറിയ ചെറിയ ബൈബിൾ കഥകൾ, കൊച്ചു പാട്ടുകൾ, അതുപോലെ പപ്പറ്റൊക്കെ ഉപയോഗിച്ചുള്ള മാജിക്കല്ല, പപ്പറ്റിന്റെ ഷോസ്, ഇതൊക്കെ കുട്ടികളിൽ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ, അവർ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്ന കാര്യമാണ്. എട്ടാമത്തെ മെത്തേഡ് തീസിസ് മെത്തേഡ്. അതൊന്നും നമുക്കിവിടെ സൺഡേ സ്കൂളിൽ വലിയ കാര്യമുള്ളതല്ല. തീസിസ് മെത്തേഡ്, നമ്മൾ ബൈബിൾ കോളേജിലൊക്കെയാണ്, ഞങ്ങളൊക്കെ ഡിഗ്രി കിട്ടണമെങ്കിൽ അവസാന ഒരു വിഷയത്തെ കുറിച്ച് തീസിസ് ഉണ്ട്, അത് ചെയ്യണം. തീസിസ് മെത്തേഡ്. ഒമ്പതാമത്തേത് മെത്തേഡാണ് റീഡിങ് ആൻഡ് റിവ്യൂയിങ് മെത്തേഡ്. റീഡിങ് ആൻഡ് റിവ്യൂയിങ് മെത്തേഡ്. ഇങ്ങനെ 9 മെത്തേഡ്സ് ആണ് അധ്യാപനത്തിലുള്ളത്. 9 മെത്തേഡ്സ്. ലോകമെമ്പാടും സെക്കുലർ ഫീൽഡിലും തിയോളജിക്കൽ ഫീൽഡിലും the whole teachers, both fields are adopted or adopting these 7 methods. ഈ 7 മെത്തേഡ് ഉപയോഗിച്ചാണ് ലോകത്തിൽ എല്ലായിടത്തും ആളുകൾ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ വേണേ ഞാനൊന്ന് ഓർപ്പിക്കാം. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, സോക്രിയാറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഡിബേറ്റ് മെത്തേഡ്, പ്രോജക്ട് മെത്തേഡ്, ഡ്രാമാറ്റിക് മെത്തേഡ്, കിൻഡർ ഗാർട്ടൻ മെത്തേഡ്, തീസിസ് മെത്തേഡ്, റീഡിംഗ് ആൻഡ് റിവ്യൂയിങ് മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കൽ അല്ലെങ്കിൽ പഠനപ്രക്രിയ നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡാണ് UK നിങ്ങളുടെ ക്ലാസ്സിൽ എഫക്റ്റീവ് ആകുന്നത് നിങ്ങൾക്കറിയാം. സോ you will adopt that method. You can adopt it. ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പിക്കാൻ, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനിയും അല്പ മിനിറ്റുകൾ കൂടെ ഉള്ളൂ. തൊട്ടടുത്ത വിഷയത്തിലേക്ക് ഇപ്പം പ്രവേശിച്ചാൽ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ അപ്പൊ ഈ മെത്തേഡുകൾ ഏതാണ് ഏറ്റവും പ്രയോജനകരമെന്ന് മനസ്സിലാക്കണം. എല്ലാം എന്തെങ്കിലും ചെയ്താൽ ഒക്കത്തില്ല. നമുക്ക് അതിനെക്കുറിച്ചൊരു തികഞ്ഞ ബോധ്യം വേണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ അവരുടെ പ്രായപരിധിയും അവരുടെ മാനസികാവസ്ഥയും അവരുടെ സ്റ്റാൻഡേർഡും ഒക്കെ അവരവർക്കേ അറിയത്തുള്ളൂ. അപ്പൊ ആ നിലയിൽ അവരോട് ഏർപ്പെട്ടെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഒരു ചിന്തകൻ പറഞ്ഞു, ചന്ദ്രനെ നോക്കി വെടിവെച്ചാൽ ആ വെടിയുണ്ട വലിയ മരച്ചില്ലകൾ എത്തും, ചന്ദ്രനിൽ എത്തുകയില്ല. ലക്ഷ്യം ചന്ദ്രനാ ലക്ഷ്യം. ചന്ദ്രനിലോട്ട് ഇവിടുന്ന് വെടിയുണ്ടെന്നും വായിക്കത്തക്കോടുള്ള മിടുക്കന്മാരും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ലക്ഷ്യം വലുതായതുകൊണ്ട് അവരുടെ ലക്ഷ്യം സാധാരണ ആളുകൾ ലക്ഷ്യത്തെക്കാൾ ഉയർന്ന നിലയിലെത്തും. നമ്മുടെയൊക്കെ ലക്ഷ്യം വലുതായിരിക്കണം. ഇന്നത്തെ കുട്ടി, നാളത്തെ യുവാവ്, യുവതി, സഭാംഗം, പാസ്റ്റർ, ടീച്ചർ, പ്രൊഫസർ, അങ്ങനെ വലിയൊരു കാഴ്ചപ്പാട്
നമ്മുടെ അകത്തുണ്ടാകണം. എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ എ പാഷൻ. എഡ്യൂക്കേഷൻ ഒരു പാഷനായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് അർഹിക്കുന്ന നിലയിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മളിൽ അർപ്പിതമായ ഈ ശുശ്രൂഷകൾ വളരെ എഫക്റ്റീവായി നിർവഹിക്കാൻ മാത്രമല്ല ദൈവത്തിന് പ്രസാദകരവും സമൂഹത്തിന് ഗുണകരവും വളർന്നു വരുന്ന ഭാവി തലമുറയുടെ രൂപീകരണത്തിന് ഉതകത്തക്ക നിലയിൽ ആയിത്തീരാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ വലിയ തിരക്കിനിടയിലും ഇങ്ങനെ നിങ്ങൾ ഒടുക്കുന്ന ഈ നല്ല സന്ദർഭത്തെ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.